സമയത്ത് കൊട്ടാരത്തിന്റെ നടുവിൽ നിന്നൊരു രാത്രിയിൽ തന്റെ സ്ഥാന വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുപ്പായം തന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് മരത്തിന്റെ തോലും ധരിച്ചുകൊണ്ട് വെളിച്ചോട്ടിറങ്ങി കാട്ടിലേക്ക് പോയി. തരക്കത്ത് ولو قطعتني في الحب رما لما حن الفؤاد إلى سواك. മരത്തിന്റെ തോലും ധരിച്ചിട്ട് മരപുരി ധരിച്ചിട്ട് ഒരു വെള്ളം വാങ്ങിക്കുന്ന പാത്രം മാത്രം കയ്യിൽ വെച്ച് കാട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോ തിരിഞ്ഞു നിന്ന് തന്റെ കൊട്ടാരത്തെ നോക്കിയിട്ട് പാട്ട് പാടിയില്ലേ, എനിക്ക് വേണ്ട ഈ കൊട്ടാരം, എനിക്ക് വെണ്ടാമരമേശെന്ന തോടി വേണ്ട, എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് കസവിന്റെ തട്ടം വേണ്ട, എനിക്ക് ഈ ദുനിയാവിന്റെ വെണ്ടാമരം വേണ്ട, അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് നീ മതി റബ്ബേ എന്ന് പറഞ്ഞ് സിംഹാസനത്തിന്റെ ചെങ്കോല് വലിച്ചെറിഞ്ഞിട്ട് ആയിരക്കണക്കിന് പ്രജകളെ വന്ന് കാല് പിടിച്ച് രാജാവേ പോകരുതേ, തന്റെ പ്രിയപ്പെട്ട മകനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഭാര്യ വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവ് ഈ മകന്റെ മുഖം കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുക? പ്രിയപ്പെട്ട പൊന്നുമോന്റെ ചിരി കണ്ടിട്ട് തന്റെ കണ്ണുകളെ പടച്ചറപ്പിനെ കടച്ചു പിടിച്ച് രാജ്യം വിട്ടിട്ടോടിയ മനുഷ്യനാണ്. ആ സമയത്ത് വല്ലാതെ മഴ തീർത്തു പെയ്യുമ്പോ തലചായ്ക്കാൻ ഒരിടമില്ലാതെ പേമാരി പെയ്യുന്ന മഴയത്ത് ശരീരം മുഴുവനെ തണുത്ത് പറക്കുമ്പോ തൊട്ടടുത്ത് കണ്ട പള്ളിയുടെ വരാന്തരയിൽ കയറി തണുത്ത് പറച്ച് കിടന്നുറങ്ങുമ്പോ പള്ളിയിലെ മുക്കിൽ വന്നിട്ട് പറഞ്ഞില്ല, ആളുകൾക്ക് കിടക്കാൻ ഈ പള്ളിയിൽ വാറമില്ലെന്ന് പറഞ്ഞ് തിമിർത്ത് പെയ്യുന്ന പേമാരിയെ കയ്യിൽ പിടിച്ചു പള്ളിയിലെ മുക്കിൽ ഇറക്കി വിടുമ്പോ ആ സമയത്ത് കബർസ്ഥാനിലേക്ക് കടന്നിരുന്ന് കബറിന്റെ തലഭാഗത്ത് വെച്ച് മീസാങ്കല്ലെടുത്ത് തന്റെ തലയിൽ വെച്ചിട്ട് ആ പാതിരാ സമയത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പാതിരാ സമയത്ത് കൊട്ടാരത്തിൽ കിടക്കേണ്ട രാജാവ് കബർസ്ഥാനിലെ കബറിന്റെ തലഭാഗത്ത് നിൽക്കുന്ന മീസാങ്കല്ല് തന്റെ തലയിൽ വെച്ചിട്ട് കബർസ്ഥാനിൽ കിടന്നുറങ്ങി. സുൽത്താനുൽ ആരിഫീൻ, ലോകത്തിലെ കറാമത്തുകളുടെ ഉടമസ്ഥരുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എവിടെ കിടന്നുറങ്ങി? കൊട്ടാരത്തിന്റെ കോടികളുടെ കടവിട്ടിട്ട് കബർസ്ഥാനിലെ മീസാങ്കല്ലിൽ കിടന്നുറങ്ങി സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. എന്താ കാര്യം? കോടികളുടെ കൊട്ടാരം വിട്ടിട്ട് കബർസ്ഥാനിലെ മീസാങ്കല്ലിൽ തലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങി. ആര്? എന്റെ സാധ്യതയില്ലേ? സാധ്യതയുണ്ട് സഹോദരങ്ങളെ. അള്ളാഹു വിചാരിച്ചാൽ ആ കൊട്ടാരത്തിലേക്ക് കിടന്നുറങ്ങാം. പക്ഷെ മനസ്സ് വിട്ടു, നിഴലിനോടുള്ള പ്രണയമില്ല, മനസ്സ് വിട്ടു. കൊട്ടാരത്തിലെ പരിചാരിക രാജാവിന്റെ റൂം അടിച്ചു തൂത്തോണ്ടിരിക്കുക. ഒരു നിമിത്തം വേണം മനുഷ്യന്മാരെ, അടിച്ചു തൂത്തോണ്ടിരിക്കുക. ആ സമയത്ത് പരിചാരിക പോയി രാജാവിന്റെ പട്ടുമറ്റയിലും എല്ലാം തൊട്ടു നോക്കി. എന്താ മിനുസം, നല്ല സുന്ദരമായ കടപ്പറ. പോപ്പ് ഗായിക ഫുട്ബോൾ കളിക്കാരാ മറഡോണ പോപ്പ് ഗായിക. നീ എന്താ കൊള ചീത്തപ്പേര് കളഞ്ഞില്ല. മറഡോണ പോപ്പ് ഗായിക ഇല്ല. പോപ്പ് ഗായിക മഡോണ പാം ജുമൈറ ദ്വീപിലെ JBR-ലെ ദുബൈയിലെ JBR-ലെ ജുമൈറ ബീച്ച് റിസോർട്ട്, JBR-ലെ പാം ബീച്ചിലെ കടലിന്റെ ഉള്ളിലെ ബെഡ്റൂം പണിതിട്ടാണ് പോപ്പ് ഗായിക മഡോണ കിടന്നുറങ്ങുന്നത്. മഡോണയുടെ ബെഡ്റൂമിന്റെ ഭിത്തിയിൽ ഗ്ലാസ്സാണ് വെച്ചിരിക്കുക. ഗ്ലാസിനെ കട്ടം മാറ്റിയാൽ തിരുമാലകളുടെ മറുഭാഗത്ത് കുതിച്ചോടുന്ന ഡോൾസിനെയും സ്രാവിനെയും കണ്ടിട്ടാണ് മഡോണ കിടന്നുറങ്ങുന്നത്. ദുനിയാവിലാർക്കാവ് കരമണിയാത്തത് പോപ്പ് ഗായിക മഡോണയ്ക്ക് JBR-ൽ വീടുണ്ട്. JBR-ൽ വീടുണ്ട്. ആ വീട്ടില് പത്രമൊക്കെ വല്ലപ്പോഴൊക്കെ വായിക്കണം. ഒന്നുമല്ലെങ്കിൽ കലാപ്രേമിയെങ്കിലും വായിക്കണം. പക്ഷേ 50 വർഷമായിട്ട് ആ ഒരു പത്രം പോലും ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. വായിക്കുന്നത് എത്ര ആവട്ടെ, വരിക്കാനാവുന്ന എത്ര ആവട്ടെ, വായിക്കുക വരിക്കാരാവുക. ഞാൻ എറണാകുളത്തൊരു പ്രസംഗം നടത്തുന്നത് എൻ്റെ വിഷയം തന്നെയാണ് ഖുർആൻ വായിക്കുക വരിക്കാരാവുക എന്നാണ് വിഷയം. ഖുർആൻ വായിക്കുക വരിക്കാരാവുക. 50 വർഷമായിട്ട് ഒരു ദിവസം പോലെ പത്രം മുടങ്ങിയിട്ടില്ല. അതൊരു വലിയ കാര്യമില്ല. എന്തുകൊണ്ടാ എന്ത് കാട്ടെ അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ സമയത്ത് ഓർക്കുന്നു.
അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഏതായാലും സഹോദരങ്ങളെ, ദുനിയാവിൽ സുൽത്താനിന് പണിയാൻ കഴിയും, അതിനുള്ള സാധ്യതകൾ മുമ്പിലുണ്ട്. രാജാവിന്റെ ഈ പട്ടുമത്തയിൽ, എന്തൊക്കെ മത്ത, രാജാവിന്റെ പട്ടുമത്തയിൽ പരിചാരികൊന്നും എന്നെ ഒന്ന് തൊട്ടു നോക്കി, നല്ല നനനനത്ത മിനുസം, അതിൽ കിടക്കണമെന്ന് അടിച്ചുമാരി പെണ്ണിനൊരു മോഹം. അടിച്ചുമാരി പെണ്ണ് ആ പട്ടുമത്തയിൽ കിടന്നുറങ്ങി. രാജാവ് സർവാടിമന വിഭൂഷിതനായി പട്ടമഹർഷിയുടെ തോളിൽ കൈയിട്ട് തന്റെ ചൂടും അനുഭവിക്കാൻ രാജാവ് വരുമ്പോ പട്ടുമത്തയിൽ കിടക്കുന്നു അടിച്ചു തൂക്കുകാരി തൊഴിലാളി. രാജാവ് അലറി. പെണ്ണ് ചാടി എഴുന്നേച്ചു. അറിയാതെ ഒന്ന് കിടന്നു പോയതാണ്. ചാടി എഴുന്നേറ്റ പെണ്ണിനെ രാജാവ് മുഖത്തടിച്ചു. പെണ്ണ് ചിരിച്ചു. അടികൊണ്ട പെണ്ണ് ചിരിച്ചു. പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ചിന്തിക്ക് മനുഷ്യന്മാരെ പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. നിർത്താത്ത കരച്ച്. രാജാവിന് അത്ഭുതമായി. അടികൊണ്ട പെണ്ണ് ചിരിച്ചു. പിന്നെ കരഞ്ഞു. രാജാവ് പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ, അടി തന്നപ്പോ ആദ്യം നീ ചിരിച്ചു, പിന്നെ കരഞ്ഞു, എന്റെ കാര്യം? പെണ്ണ് പറഞ്ഞു, എന്റെ രാജാവിന്റെ ഈ മിനിമിനിത്ത കൈ, രാജ്ഞിയുടെ കവളത്ത് മാത്രം തലോടുന്ന അങ്ങയുടെ കൈ, ഒരടിക്കാൻ വേണ്ടിയാണെങ്കിലും എന്റെ കവളത്തൊന്നും തൊട്ടല്ലോ. ആ ഒരു അതോർത്തിട്ട്, രാജ്ഞിയുടെ കവളത്ത് മാത്രം തലോടുന്ന അങ്ങയുടെ കൈ ഒരടി കിട്ടിയിട്ടാണെങ്കിലും എന്റെ കവളത്തൊന്നും തൊട്ടല്ലോ. അതുകൊണ്ട് ആ സൗഭാഗ്യം ഓർത്തിട്ട് ഞാൻ ചിരിച്ചതാണ്. പിന്നെയാണ് ഞാൻ ഓർത്തത്, അറിയാതെ ഒരു 10 മിനിറ്റ് ഈ പട്ടുമത്തയുടെ സുഖം ആസ്വദിച്ച് ഞാനിവിടെ ഒന്ന് കിടന്നുറങ്ങിയതിന് അങ്ങ് എന്നെ ഒരു പ്രാവശ്യം അടിച്ചെങ്കിൽ ഈ ആയുഷ് മുഴുവനും ഈ പട്ടുമത്തയിൽ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ യജമാനായ അല്ലാഹ് എത്ര പ്രാവശ്യം അടിക്കും ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞു. എന്റെ രാജാവിനെ ഞാനറിയാതെ 10 മിനിറ്റ് കിടന്നപ്പോ എന്റെ യജമാനായ നിങ്ങൾ എന്നെ അടിച്ചു. പക്ഷേ കാലാകാലം കിടക്കുന്ന നിങ്ങളുടെ യജമാനായ തമ്പുരാൻ നാളെ എത്ര പ്രാവശ്യം അടിക്കുമെന്ന് ഓർത്തിട്ടാണ്, എന്റെ രാജാവിന് ആഹാരത്തിൽ കിട്ടുന്ന അടിയോർത്തിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പരിചാരക പറഞ്ഞു. ആ സമയത്താണ് ഈ രാജാവാണ് ഇബ്രാഹിമിന് അധികം. ആ സമയത്താണ് രാജാവിന്റെ മനസ്സിൽ ജീവനിയത് അല്ലാഹുവേ, ശരിയാണല്ലോ തമ്പുരാന്, ഈ നിഴലിനെ പ്രണയിച്ച് ദുനിയാവിൽ കിടക്കുന്ന ഞാൻ നാളെ ആഖിറത്തിൽ എത്ര പറയേണ്ടി വരും. രാജാവ് വിട്ടു. രാജാവ് വിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് രാജാവ് പിന്നെ കൊട്ടാരം വിട്ടിട്ട് നിഴലിനെ വിട്ടിട്ട് ആഖിറത്തെ സ്നേഹിച്ചത്. അപ്പൊ പിന്നെ ആഖിറത്തെ സ്നേഹിച്ചപ്പോ തലയിൽ തലയണയല്ല മീസാൻ കല്ലായി മാറി. മീസാൻ കല്ലായി. രാജാവ് തെറ്റിനോട് വിട പറഞ്ഞു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെയായി മാറി? നമുക്ക് തെറ്റ് ചെയ്തു എന്ന് ബോധവുമില്ല. ഇനി അഥവാ തെറ്റ് ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ അത് തെറ്റാണെന്ന് നമുക്കൊന്ന് തോന്നുന്നുമില്ല. ഏറ്റവും ഒരു അപകടം ഇത്. അടിവരയിട്ട് കേൾക്കണം, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ. തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തു എന്നുള്ളത് ബോധമില്ല. ഇനി ആരെങ്കിലും ബോധ്യപ്പെടുത്തി തന്നാലോ അതിന് തെറ്റാണെന്ന് അങ്ങനെ പറയാറുമില്ല. ഇപ്പൊ ഏറ്റവും ഒരു അവസ്ഥ എന്താണെന്നറിയോ? ദുനിയാവില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്താണെന്നറിയോ? ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധം ഇല്ലാതെ. വളരെ പണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വളരെ പണ്ട് മൊബൈലൊന്നും ഇല്ല. ആകെ ഒരു അന്യ പെണ്ണിനെ എങ്ങാനും ഒന്ന് നോക്കിയാൽ അതൊരു പാപമാണ്. ഉപ്പ വിളിച്ചിട്ട് അടിക്കും, ഇല്ലേ? എന്താ പറയാ? മൊബൈലില്ല, സാങ്കേതിക വിദ്യ. ഒന്ന് ചിന്തിച്ചോ, ഒരായത്ത് പറയാൻ വേണ്ടി ഒന്ന് ചിന്തിച്ചു നോക്ക്. മൊബൈലില്ല, ഫേസ്ബുക്ക് ഇല്ല, ചാറ്റിംഗ് ഇല്ല, ഒരു സാധ്യതയില്ല. ആകെ ഒരു പെണ്ണിനോടുള്ള ഇഷ്ടം പറയാനുള്ള ആകെ മാർഗം, അവൾ സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ തലേ ദിവസം രാത്രി ആരും അറിയാതെ, ഉപ്പയും വാപ്പയും ഉമ്മയും അറിയാതെ, ഹൃദയത്തിന്റെ ചിതറിത്തെറിച്ച വികാരങ്ങൾ ഈ എഴുതിയത് മാതിരി പേടിച്ച് വിറച്ച് വീട്ടിൽ നൽകാൻ പറ്റുന്ന വാപ്പ അറിയും. ആടിന് വളർത്തുന്ന ആട്ടുംകുട്ടി പോയിരുന്ന് ആട്ടുംകുട്ടിലിരുന്നിട്ട് ആരും അറിയാതെ വെള്ളപ്പേപ്പറിൽ എഴുതിയ പ്രണയലേഖനം രാവിലെ വരുന്ന കുട്ടിയെ കാത്തു നിന്ന് തെങ്ങിന്റെ മറവിൽ നിന്നോ അവൾ വരുന്ന സമയത്ത് പയ്യേറിയും അപ്പുറത്തെ മരത്തിന്റെ ചവിട്ടി പോയി നമ്മൾ എടുക്കുന്നുണ്ടോ നോക്കും. ഇതാണ് പണ്ടത്തെ ഒരവസ്ഥ, അല്ലേ? എല്ലാം മുത്തഖീനല്ല, അവർക്ക് അങ്ങനെ വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് നോക്ക്, ഞാൻ തമാശ പറയാം. ഇങ്ങോട്ട് നോക്ക്. അറിഞ്ഞാൽ അന്ന് വാപ്പ
തെങ്ങിനെ കെട്ടിയിട്ടിട്ട് മകനെ അടിച്ചിരിക്കും ഉറപ്പാ. ഇല്ലേ ഇല്ലേ? അങ്ങനെ അടി കൊണ്ട് എത്ര ആളുകളുണ്ട് ഇവിടെ കൈവക്കി? അവരിട്ടിട്ടുണ്ട്. സാലിമസിനെ നല്ല അടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് +1-നോ +2-നോ പഠിക്കുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ അവളുടെ കൂട്ടുകാരനുമായി വീട്ടിലേക്ക് വന്നാൽ ഒരു വാപ്പയോ ഉമ്മയോ അത് ചോദ്യം ചെയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹിക ക്രമം മാറി. കാരണം അതവന്റെ ഫ്രണ്ട് മാറി. തെറ്റല്ല. അതാണ് ഏറ്റവും വലിയ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത്, ഇനി തെറ്റല്ല നമ്മൾ ഗണിച്ചു. 2, ഈ തെറ്റിന് എന്ത് ചെയ്യും? ആളുകളെ മുമ്പിൽ വീരവാദം പറയും. ഞാൻ ഇത്രയും തമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും വലിയ ആള് ഞാൻ തന്നെയാണ്. എന്റെ പൊന്നു ചെറുപ്പക്കാരെ നോക്ക്, വൈകുന്നേരമാകുമ്പോൾ വെയിറ്റ് ഷെഡിലോ കടപ്പുറത്തോ അല്ലെങ്കിൽ 10 ഏക്കർ ഫുട്ബോൾ ഗ്രൗണ്ടിലോ ഒന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മുബാറക്കായ സ്ഥലം ശംഖുമുഖം ബീച്ചിലോ പാതിരാ സമയത്ത് 10 ചെറുപ്പക്കാർ വന്നാൽ ആ ചെറുപ്പക്കാർ പറയുന്ന കാര്യമല്ല, ഫേസ്ബുക്കിൽ എനിക്ക് എത്ര ലൈക്ക് ഉണ്ട്, എത്ര ആളുകൾ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എത്ര പേരുമായി ചാറ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറുകൾ എനിക്കറിയാം, ആരൊക്കെയായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്, ആരൊക്കെയായിട്ട് ഞാൻ സംഗമിക്കുന്നുണ്ട് എന്ന് കൂട്ടുകാരുമൊക്കെ പാതിരാ സമയത്ത് ഒന്നിച്ച് വട്ടമിരന്ന് പരസ്പരം പറയുകയും ഏറ്റവും ഒരു പെണ്ണുമായി ബന്ധമുള്ളവൻ അവന് ശക്തവൻ കേവനാവുകയും അവനെ പൊട്ടിക്കാൻ നാളെ ഒരേരയെ എവിടെ കിട്ടുമെന്ന് തേടി നടക്കുന്ന, തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ വിളിച്ചു പറഞ്ഞ് ഏറ്റവും തെറ്റ് ചെയ്യുന്നവൻ വലിയവനായി മാറുന്ന ഒരു ക്രമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ഓർക്കുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഖുർആന്റെ ആയത്തിറങ്ങിയ സ്ഥലത്തേക്ക് നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ അതല്ലേ അവസ്ഥ ആണോ? അല്ലേ? ഇപ്പൊ മൊയ്ലിയാർ എങ്ങനെയാണ്? മൊയ്ലിയാർ നിങ്ങളെ പോലെ ചെറുതായിട്ട് വലുതായ ആളാ. മൊയ്ലിയാർ പെട്ടെന്നാണ് വലുതായതല്ല, മൊയ്ലിയാർ ചെറുതായിട്ട് വലുതായ ആളാ. അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ഗണിക്കുക അല്ലേ? തെറ്റ് ചെയ്യുന്ന വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ വലിയൊരു തെറ്റ് ചെയ്യുന്ന ഒരു ബോധമുണ്ടായാലേ അതിൽ നിന്ന് മാറും. തെറ്റ് ചെയ്യുന്നു മാത്രമല്ല അത് പരസ്യമായിട്ട് വിളിച്ചു